അപ്പൊ നമ്മൾ ഇന്ന് 3 കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡീലിംഗ് വിത്ത് ദ മാക്സിമം വേർഡ്സ് ഫോമിംഗ്. Second question dealing with the maximum meaningful words forming, and the third question dealings with the position related അല്ലെങ്കിൽ position oriented questions. ഇപ്പൊ നമ്മുടെ എക്സാമിന് ഒരു 5 മാർക്ക് 5 മാർക്കിന്റെ എക്സാം ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് സോൾവ് ചെയ്യാനിരിക്കണം. നമ്മൾ സാധാരണ കറണ്ട് അഫയർ ഡിസ്കഷൻ ചെയ്യുന്ന പോലെ കേട്ടിരിക്കുന്ന പരിപാടി ഇല്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സ്വീറ്റ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഹൗ മെനി വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ് വേണമെന്നോ മീനിങ് ഉള്ള വേർഡ് വേണമെന്നോ മീനിങ് ഇല്ലാത്ത വാക്കുകൾ വേണമെന്നോ ഒന്നും അവർ പറയുന്നില്ല. അവർ പറയണത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനില്. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സ്വീറ്റ് എന്നാണ്. അപ്പൊ സ്വീറ്റ് എന്നൊരു വാക്കിന്റെ ലെറ്റേഴ്സുകൾ ഉപയോഗിച്ച് പുതിയ പുതിയ വേർഡ്സ് ഉണ്ടാക്കണം. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഞാൻ സ്വീറ്റ് എന്നൊരു വാക്ക് എഴുതിയിട്ട് ആദ്യത്തെ 2 ലെറ്റേഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ ഐ എം ഗെറ്റിംഗ് എ ന്യൂ വേർഡ്, ഒരു പുതിയ വാക്ക് കിട്ടി. അങ്ങനെ അങ്ങനെ എഴുതി 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 എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇവർ എക്സാമിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ക്വസ്റ്റ്യനില് എത്ര ലെറ്റേഴ്സ് തന്നിരിക്കുന്ന വേർഡില് എത്ര ലെറ്റേഴ്സ് ഉണ്ടോ ആ ലെറ്റേഴ്സിന്റെ ഫാക്ടോറിയൽ ആണ് നമ്മുടെ ആൻസർ. കീപ് ദാറ്റ് പോയിന്റ് ഇൻ മൈൻഡ്. എത്ര ലെറ്റർ ഉണ്ടോ അതിന്റെ ഫാക്ടോറിയൽ. ഇപ്പൊ ഇവിടെ എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5. അപ്പൊ 5 ഫാക്ടോറിയൽ ആണ് ആൻസർ. 5 ഫാക്ടോറിയൽ എങ്ങനെ എഴുതുന്നത്? 5 കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടും. ഇതിനാണ് 5 ഫാക്ടോറിയൽ എന്ന് നമ്മൾ പറയാം. അപ്പൊ ഈ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ മാത്സിൽ എന്താ ഉദ്ദേശിക്കുന്നത്? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാല് മാത്സിൽ വരുമ്പോൾ 5 into 4 into 3 into 2 into 1 എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. അപ്പൊ ഞാൻ നിങ്ങളോട് 10 ഫാക്ടോറിയൽ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? 10 into 9 into 8 into 7 into അങ്ങനെ 1 വരെ എഴുതിയിട്ട് അത് 1 by 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയി. ഓക്കെ, ഇതാണ് 5 ഫാക്ടോറിയലിന്റെ അല്ലെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ഉദ്ദേശിക്കുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? എക്സാമിന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതില് എത്ര ലെറ്റർ ഉണ്ടോ ആ ലെറ്ററിന്റെ എക്സ്പാൻഷൻ ആൻസർ ആയിരിക്കണം നമ്മുടെ ആൻസർ. അപ്പൊ ഇവിടെ സ്വീറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് 5 ഫാക്ടോറിയൽ ആയിരിക്കും ആൻസർ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താ ആഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്വീറ്റ് എന്നൊരു വാക്കില് നമ്മള് WS അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോഴാണല്ലോ ഒരു പുതിയ വേർഡ് വന്നത്. അതുപോലെ ഓരോ ലെറ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് മാറ്റുമ്പോൾ ഓരോരോ പുതിയ വേർഡ്സ് ഉണ്ടായി വരും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് എവിടെയെങ്കിലും ഇങ്ങനെ എഴുതി നമ്മളിങ്ങനെ വേർഡ്സ് ഉണ്ടാക്കി പോകുമ്പോൾ ഈ സ്വീറ്റിന്റെ അകത്ത് ഈ 2 ഇരിപ്പില്ലേ? ആ 2 ലെറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ സെയിം വേർഡ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്, അല്ലെ? കാരണം ഈ മാറ്റി എന്ന് വിചാരിച്ച് ആ വേർഡ് മാറുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഓക്കെ, കേട്ടോ? സ്വീറ്റിലെ റിവേഴ്സ് ചെയ്താൽ അതേ സ്വീറ്റ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ലെറ്റേഴ്സ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ലെറ്റേഴ്സ് റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ റിപ്പീറ്റ് ആയി വരാൻ സാധ്യതയുള്ള വേർഡ്സ് ടോട്ടൽ ഉണ്ടാവുന്ന വേർഡ്സിൽ നിന്ന് കുറയ്ക്കണം. കാരണം അവർ ചോദിച്ചിരിക്കുന്ന ഹൗ മെനി വേർഡ്സ് ഫോമിംഗ് എന്നല്ലേ. വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പീറ്റ് വേർഡ്സിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പം ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ഹൗ മെനി വേർഡ്സ് എന്ന് ചോദിച്ചാൽ എത്ര വേർഡ്സ്, ആ വേർഡ്സിലെ എത്ര ലെറ്റർ ഉണ്ടെന്ന് നോക്കുക, അതിന്റെ ഫാക്ടോറിയൽ എടുക്കുക. ഓക്കെ, അപ്പം എക്സാമിന് വരുമ്പോ ചിലപ്പോൾ ലെറ്റേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പൊ എന്താ? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ കൂടെ എഴുതണം. അപ്പൊ ഈ 2 ഫാക്ടോറിയൽ എവിടുന്ന് വന്നു എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ക്വസ്റ്റ്യനില് ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ റിപ്പീറ്റ് ആവുന്നതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? റിപ്പീറ്റ് ആവുന്ന ഏത് ലെറ്ററാന്ന് നോക്കി. അപ്പൊ ആണ്. എത്ര തവണ?
2 തവണ. അപ്പൊ ഞാൻ അതിനെ ഡിനോമിനേറ്ററിൽ 2 ഫാക്ടോറിയലായിട്ട് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ന്യൂമറേറ്ററിൽ മുകളിലുള്ളത് എക്സ്പാൻഡ് ചെയ്യണം. 5 ഫാക്ടോറിയൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്? 5 into 4 into 3 into 2 into 1 ഡിവൈഡഡ് ബൈ എന്താണ്? 2 into 1. അപ്പം മുകളിലുള്ള 2 into 1 താഴെയുള്ള 2 into 1 കട്ട് ചെയ്തു. പിന്നെ ബാക്കി എത്രയുണ്ട്? 5 into 4 into 3. 5 into 4 20 into 3 എത്രയാണ്? 60. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് എന്ന് ചോദിച്ചാൽ എത്ര ആൻസർ? 60. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക എല്ലാവരും. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എത്ര വേർഡ്സ് ആണ് സ്വീറ്റ് എന്ന വാക്കിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, സ്വീറ്റ് എന്ന വാക്കിന്റെ അകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക, അതിന്റെ ഫാക്ടോറിയൽ എടുക്കുക. അപ്പൊ ഒരു കാര്യം കൂടെ മനസ്സിൽ വേണം, ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റ് ആവുന്ന ലെറ്റേഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ ഈ 2 പ്രാവശ്യം വന്നതുകൊണ്ട് ഡിനോമിനേറ്ററിൽ 2 ഫാക്ടോറിയൽ കയറി വന്നു. അപ്പൊ മുകളിൽ 5 ഫാക്ടോറിയലും താഴെ 2 ഫാക്ടോറിയലും, ബാക്കിയുള്ളതെല്ലാം കുറച്ച് ലൊടുക്ക് മാത്സ് കണക്കുകളാണ്. അത് ചെയ്ത് ബാക്കിയുള്ളതിനെ ഗുണിച്ചപ്പോ ആൻസർ എത്രയായി? 60 കിട്ടി. സോ ദ ആൻസർ ഈസ് 60. നീത ജോസ്, നീതയ്ക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അർജുന് മനസ്സിലായോ ഞാൻ പറഞ്ഞ? അർജുന് പോയ. റെനീറ്റ മനസ്സിലായോ? റെനീറ്റയ്ക്ക് മനസ്സിലായോ? റെനീറ്റ മനസ്സിലായി. ഹരികൃഷ്ണ? ഹലോ, മനസ്സിലായി സാർ. ഷിഫ? മനസ്സിലായി സാർ. ശ്രീലക്ഷ്മി? മനസ്സിലായി സാർ. യദു? മനസ്സിലായി സാർ. ഗുഡ്. അപ്പം ഈ ക്വസ്റ്റിന് ഇത്രയും സ്ക്രീൻഷോട്ട് എടുത്ത് പോകണം കേട്ടോ എല്ലാരും. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോവാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ചെയ്യാം. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ സോൾവ് ചെയ്ത് ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണേ. ഓക്കെ, സോ രണ്ടാമത്തേത് ഇറ്റ്സ് സ്വീറ്റ്സ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ എന്റെ ക്വസ്റ്റ്യൻ. അപ്പം സ്വീറ്റ്സ്, അപ്പൊ സ്വീറ്റ്സില് എത്ര ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോം യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സ്വീറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ആൻസർ എത്രയാണെന്ന് എല്ലാവരും സോൾവ് ചെയ്തിട്ട് വേഗം ചാറ്റ് ബോക്സിലേക്ക് പോസ്റ്റ് ചെയ്തേ. സ്വീറ്റ്സ് വേഗാവട്ടെ. എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് സോൾവ് ചെയ്യാം, തെറ്റിപ്പോരുത്. സിമ്പിൾ മാത്സ്, കുറച്ച് സാധാരണ മാത്സുകൾ ചെയ്തിട്ട് വേഗം ചാറ്റ് ബോക്സിലേക്ക്. ശരിക്കും ആലോചിച്ച് വേണം ചെയ്യാൻ കേട്ടാ. വെറുതെ ആൻസർ ഇട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് കൂടി ചെയ്തിട്ട് പറഞ്ഞത്. നന്നായിട്ട് എല്ലാവരും ആലോചിച്ച് ചെയ്തേ, തെറ്റിക്കാതെ ചെയ്തേ. സ്വീറ്റ്സ് ആണ്, സ്വീറ്റ്സ്. നോക്കുമ്പോ ഓക്കെ, അപ്പം 6 ഫാക്ടോറിയലാണ് ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇവിടെ ഒരു സംശയം എല്ലാവർക്കും വരാൻ. ഇവിടെ നോക്കുമ്പോ എന്താ, ഈ 2 പ്രാവശ്യം എസ് ഇവിടെ ഉണ്ട്, എസ് ഇവിടെ ഉണ്ട്. അപ്പൊ എസ് 2 പ്രാവശ്യം. അപ്പം 2 + 2 4 പ്രാവശ്യം വരില്ലേ? 4 പ്രാവശ്യം വരും. അപ്പൊ നമുക്ക് ഒരു സംശയം, ഡിനോമിനേറ്ററിൽ 4 ഫാക്ടോറിയൽ എഴുതിയാൽ മതിയോ? അല്ല, ഇങ്ങനെ എഴുതിയാൽ തെറ്റാ. അങ്ങനെ എഴുതാൻ പാടില്ല. ഡിനോമിനേറ്റർ നമുക്ക് ചെയ്യണമെന്ന് അറിയാമോ? നമ്മള്
2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എഴുതണം. അതാണ് അതിന്റെ ഒരു ട്വിസ്റ്റ്. അതെന്താന്ന് വെച്ചാല് ഈ എന്ന് പറയുന്നത് ഒരു ഫാക്ടോറിയൽ. എസ് വേറെ 2 സ്ഥലങ്ങളിലാണ് വരുന്നത്. അത് പ്രശ്നമല്ല. ആ എസിന് വേണ്ടി വേറൊരു 2 ഫാക്ടോറിയൽ. അങ്ങനെ ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതണം. അപ്പൊ ഇവിടെ എന്തായിരിക്കും 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഒരെണ്ണം ഇൻറ്റു വീണ്ടും 2 ഇൻറ്റു 1. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 2 4 ആണ്. അപ്പൊ 4 ഈ മുകളിലുള്ള 4 കംപ്ലീറ്റ് ആയിട്ട് പോവാം. അപ്പൊ 6 ഇൻറ്റു 5 4 പോയി 3 ഇൻറ്റു 2 അപ്പൊ 3 ഇൻറ്റു 2 6. അപ്പൊ 6 ഇൻറ്റു 5 എത്രയാ? 30 ഇൻറ്റു 6 വരും. അപ്പൊ 30 ഇൻറ്റു 6 എത്രയാണ്? 36. ആദ്യം ഞാൻ 6 ഇൻറ്റു 3 ഗുണിക്കും. അപ്പൊ 6 ഇൻറ്റു 3 6 ഇൻറ്റു 3 18. സോ പിന്നെ 18 എഴുതിയിട്ട് ആ 0 എഴുതും. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 180. ഓക്കെ, 180. അപ്പൊ ഞാൻ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, അർജുന്റെ ആൻസർ ശരിയായി, ഹിമയുടെ ആൻസർ ശരിയായി, അലീനയുടെ ആൻസർ ശരിയായി, ആകാംക്ഷയ്ക്ക് മിസ്റ്റേക്ക് ഉണ്ട്, സനീഷിന് മനസ്സിലായിട്ടുണ്ടാവും മിസ്റ്റേക്ക് എന്താന്ന്, നിമിഷയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും മിസ്റ്റേക്ക് എന്താന്ന്, യദുവിന് മനസ്സിലായിട്ടുണ്ടാവും മിസ്റ്റേക്ക് എന്താണെന്ന്, ദീപക്കിന് മിസ്റ്റേക്ക് മനസ്സിലായിട്ടുണ്ടാവും, റെനിറ്റയ്ക്ക് മിസ്റ്റേക്ക് മനസ്സിലായിട്ടുണ്ടാവും, ജിൻസിക്ക് മനസ്സിലായിട്ടുണ്ടാവും, വിനായകന് മനസ്സിലായിട്ടുണ്ടാവും, നീരതയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, അക്ഷത അശാക ഓക്കെ, അശാക മിത്രൻ കറക്റ്റ് ആണ്. ഓക്കെ, ഗായത്രിക്ക് മിസ്റ്റേക്ക് മനസ്സിലായിട്ടുണ്ടാവും, ടീനയ്ക്ക് കറക്റ്റ് ആണ്, ശ്രീലക്ഷ്മി ദേവിക്ക് മിസ്റ്റേക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹരികൃഷ്ണന്റെ കറക്റ്റ് ആണ്, നിമിഷയ്ക്ക് മിസ്റ്റേക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, യെസ്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ പിള്ളേരെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചേ, ആർക്കെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ. എല്ലാവരും ക്ലിയർ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്താണ് നിങ്ങൾ ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. സാർ നീ ഡൗട്ട് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ മടിയാണ്? ചോദിച്ചോ അർജുന പ്ലീസ്. സാർ, ഈ സ്വീറ്റ്സിന്റെ കാര്യം ഉണ്ടല്ലോ, ഇതില് ഈ 2 പ്രാവശ്യം അടുപ്പിച്ച് വന്നല്ലോ. അല്ല, അപ്പൊ അത് സാർ പറഞ്ഞില്ലേ റിപ്പീറ്റ് ആയിട്ട് സെയിം ആയിട്ട് വരാന്ന്. അപ്പൊ ഈ എസ് വന്നത് അത് അടുപ്പിച്ചല്ലോ, സെപ്പറേറ്റ് ആയിട്ടല്ല വന്നത്. അടുപ്പിച്ച് എസ് റിപ്പീറ്റ് ആയാൽ മതിടാ. അടുത്ത ഈ പോലെ അടുത്തടുത്ത് വേണമെന്നില്ല. റിപ്പീറ്റ് ആയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വന്നാൽ മതി അത്. ശരി കേട്ടോ. ഓക്കെ. നമ്പർ 3, മൂന്നാമത്തെ ചോദ്യം എല്ലാരും സോൾവ് ചെയ്തതിന് ചാറ്റ് ബോക്സിലേക്ക് ആൻസർ ഇട്ടെ. ഇലൂഷൻ, LLUSION, ഇലൂഷൻ. ആലോചിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാട്ടാ, തെറ്റിക്കല്ലേ. തെറ്റിക്കാതെ ആലോചിക്കുക. സ്വീറ്റിന്റെ അകത്ത് ഈ അടുത്തടുത്ത് വന്നു, അടുത്തടുത്തായിരിക്കണം, പക്ഷെ എസ് ദൂരെ ദൂരെയാ, അത് പ്രശ്നമല്ല. റിപ്പീറ്റ് ആയാൽ മതി കേട്ടോ. എല്ലാരും ചാറ്റ് ബോക്സിലേക്ക് ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യും. തെറ്റിക്കാതെ കറക്റ്റ്. അതുപോലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇപ്പം 5 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 എന്നിട്ട് ഡിവൈഡ് ബൈ ഒരു സാധനം, എന്നിട്ട് ആ താഴെയുള്ള മുകളിലുള്ള നമ്പേഴ്സിനെ അങ്ങനെ കട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അല്ലാതെ വലിയ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെക്കരുത്.
ഓക്കെ, സോ എല്ലാവരുടെ ആൻസേഴ്സും ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വൺ. മിസിസിപ്പി. മിസിസിപ്പി ഈസ് എ റിവർ, ഒരു പുഴയാണ്. ഏത് രാജ്യത്തിലെ കൂടെയാണ് ഈ പുഴ ഒഴുകുന്നതെന്ന് ഈ ആൻസർ സോൾവ് ചെയ്ത ശേഷം ചാറ്റ് ബോക്സിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യാം. ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, സോ എല്ലാവരും മിസിസിപ്പിയുടെ ആൻസർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഒപ്പം മിസിസിപ്പി എന്ന് പറഞ്ഞ ഒരു പുഴയാണ്, റിവർ ആണ്. അത് ഏത് രാജ്യത്താണെന്നും കൂടെ പോസ്റ്റ് ചെയ്യുക. എല്ലാവരും ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യണം, നന്നായിട്ട് ചെയ്യാം. ഇവിടെ എത്ര പേർ റിപ്പീറ്റ് ആവുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ ഐ എന്ന ലെറ്റേഴ്സ് 4 തവണ റിപ്പീറ്റ് ആവുന്നുണ്ട്. എസ് എന്ന ലെറ്റർ 4 തവണ റിപ്പീറ്റ് ആവുന്നുണ്ട്. പി പി എന്ന ലെറ്റർ 4 തവണ റിപ്പീറ്റ് ആവുന്നുണ്ട്. അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുക, ദെൻ സോൾവ് ചെയ്യുക. എല്ലാവരുടെ ആൻസർ പറഞ്ഞു. 5 പേരുടെ ആൻസേഴ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ബാക്കിയുള്ളവർ വേഗം ചെയ്തോ. എല്ലാവരുടെ ആൻസർ വരട്ടെ. ഒരു 8 പേരുടെ ആൻസർ ഇടാനുണ്ട്, വേഗം ആവട്ടെ, തെറ്റിക്കയില്. ഇതില് എന്താ സംഭവം?
പിന്നെ സോ പിക്ക് വേണ്ടി ഒരു ഗായത്രി സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ് സാർ. ഹിമ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സാർ. എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അപ്പോ ഇങ്ങനെ 11/4. അപ്പം 11 ഫുൾ ഫാക്ടോറിയൽ എഴുതുന്നു, താഴെയുള്ളത് അതുപോലെ എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലെ. 4 into 1 വരെ, പിന്നെ ഒരു 4 into 1, പിന്നെ 2 into 1. ഇതിൽ ആ 4 into 3 into 2 into 1 ഫുൾ ആയി വെട്ടിപ്പോയി, കട്ട് ചെയ്ത്. പിന്നെ ഒരു 2 ഉണ്ടല്ലോ, 2 വെച്ചിട്ട് മുകളിലത്തെ ഒരു 6 കട്ട് ചെയ്യുമ്പോൾ അവിടെ 3 വരും. ആ 3യും താഴത്തെ 3യും കട്ടായി. ഇനി താഴെ ഒരു 4 into 2 ഡിനോമിനേറ്ററിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ മുകളിൽ ഒരു 8 ഇരിപ്പുണ്ട്. അപ്പൊ അത് രണ്ടും കട്ട് ചെയ്തിട്ട് മുകളിലത്തെ 8 കട്ട് ചെയ്തു. അപ്പൊ കട്ടായി. ഇനി ബാക്കിയുള്ളതിനെ മാത്രം എടുക്കുക, എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ എത്ര കിട്ടും ആൻസർ? 3 4 6 5 0.